കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പോകുന്നത് നമ്മൾ എല്ലാവരും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ പ്രഗ്നൻസിയിൽ ബേബി മൂൺ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രഗ്നൻസിയിൽ ആദ്യത്തെ 3 മാസത്തിലുള്ള ആ ഒരു ഛർദി, ക്ഷീണം, വയ്യായിക ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ആവുന്ന സമയമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ, അല്ലെങ്കിൽ ഒരു 4-ാം മാസം മുതലുള്ള സമയം. അപ്പോൾ ഈ 4, 5, 6 മാസങ്ങളിൽ നമ്മുടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു സമയത്ത് പോകുന്ന യാത്രയ്ക്കാണ് ബേബി മൂൺ എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും മാത്രമായി കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനും കുഞ്ഞു വരുന്നതിന് മുമ്പുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയം, ഫ്രീ ആയിട്ടുള്ള ഒരു സമയം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ബേബി മൂൺ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഒഴിവാക്കുക. കുറച്ച് കാം ആയിട്ടുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ട്രാവൽ ചെയ്യണം. അപ്പം നമുക്ക് ഫ്ലൈറ്റ് ട്രാവൽസ് ഓക്കെയാണ്, ട്രെയിൻ ഓക്കെയാണ്, അതുപോലെ തന്നെ കാറും ഓക്കെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വളരെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് വെള്ളം കുടിക്കാനും കൃത്യമായ ഇടവേളകളിൽ യൂറിൻ പാസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷോർട്ട് ആയിട്ടുള്ള മീൽസ് കഴിക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾ എന്താണെങ്കിലും നോക്കണം. പിന്നെയുള്ളതാണ് നമ്മുടെ ഡ്രസ്സിങ്. നമ്മൾ പോകുന്ന സ്ഥലത്തിനുള്ള ക്ലൈമറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വളരെ ഇറുകിയതും ബുദ്ധിമുട്ടും ഇല്ലാത്തതായിട്ടുള്ള ഡ്രസ്സസ് ചൂസ് ചെയ്യുക. നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പം പ്രഷറിനോ ഷുഗറിനോ ഒക്കെ ഗുളികകളോ അതുപോലെ തന്നെ ഇൻസുലിനോ ഒക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് അത് കൊണ്ടുപോകാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ മെഡിക്കൽ കിറ്റാണ് നമ്മുടെ പാക്കിംഗ് ഐറ്റംസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സും. നിങ്ങളുടെ കയ്യിലുള്ള സ്കാനിങ് റിപ്പോർട്ട്സ്, ഡോക്ടർ കണ്ടിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ്, ഇതെല്ലാം കീപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റിനറിക്ക് പകരം നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഐറ്റിനറി പാക്ക് ചെയ്യുക. ഒരുപാട് പ്രൊലോങ്ഡ് ആയിട്ടുള്ള നടത്തവും നല്ലതല്ല, ഒരുപാട് ദൂരേക്കുള്ള ഫ്ലൈറ്റ് ട്രാവൽസും നല്ലതല്ല. അത് രണ്ടും പ്രിവെൻറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കാലുകൾ അനക്കാൻ ശ്രമിക്കുക. എണീക്കാനും നടക്കാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതൊരിക്കലും വിട്ടുപോകരുത്. യാത്ര പോകുന്നതിന് മുമ്പ് ഡോക്ടറുടെ അടുത്ത് പെർമിഷൻ എടുക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പ്രഗ്നൻസി അൺകോംപ്ലിക്കേറ്റഡ് ആണെന്നും ചെറിയ ചെറിയ യാത്രകൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്നുള്ളതും കുഞ്ഞിന്റെ മറുപിള്ള ഗർഭപാത്രത്തിന്റെ താഴെ അല്ല എന്നുള്ളതൊക്കെ എന്തായാലും ഉറപ്പുവരുത്തണം.